ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള rider.sifz എന്ന ഫയൽ സിൻഫി സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറന്ന് പശ്ചാത്തലം ചലിപ്പിച്ച് സ്കൂട്ടർ മുന്നോട്ട് പോകുന്നതിന്റെ ആനിമേഷൻ തയ്യാറാക്കുക. സൂചനകൾ: സ്കൂട്ടർ ഓടിക്കുന്ന ചിത്രത്തിനായി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ rider.png എന്ന ചിത്രം ഉപയോഗിക്കുക. സ്കൂട്ടർ ഓടിക്കുന്ന ആളിനെ ക്യാൻവാസിന്റെ മധ്യത്തിലായി ക്രമീകരിക്കുക. പശ്ചാത്തലത്തിന് ആനിമേഷൻ നൽകുക. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ FLV ഫോമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഇംഗ്ലീഷ് ചോദ്യം: In Sinfi Studio, animate the background of the file rider.sifz which is given in exam documents folder to make the feel that the rider is moving forward. Hints: for the scooter rider, use the image rider.png given in the images 10 folder in home. Place the rider at the center of the canvas and animate the background. Run the animation. Render this animation to FLV format and save in exam folder in home with your register number _ question number as the file name. Applications: Graphics, Sinfi Studio. ആദ്യം rider.sifz എന്ന സിൻഫി സ്റ്റുഡിയോയുടെ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ വഴി തുറക്കണം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലെ rider.sifz എന്ന ഫയലാണ് തുറക്കേണ്ടത്. അത് ഓപ്പൺ ചെയ്യുന്നു. അടുത്തത് ചിത്രമാണ്. അത് ഓപ്പൺ അല്ല, ഇമ്പോർട്ടാണ്. ഫയൽ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. rider.png ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. rider.png അത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്യുന്നു. ലെയർ പാലറ്റിൽ ഇവിടെ rider.png എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ചെറുതാക്കി ഇനി പശ്ചാത്തലത്തിനാണ് ആനിമേഷൻ നൽകേണ്ടത്. പശ്ചാത്തലം സെലക്ട് ചെയ്യുന്നു. അത് വലിയൊരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് ആനിമേഷന് സൗകര്യം കൂടുതലുണ്ട്. അതനുസരിച്ച് നമുക്കിവിടെ ആനിമേഷൻ നൽകാം. ആനിമേഷൻ കൊടുക്കുന്നതിനായി ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓണാക്കുന്നു. തുടക്കത്തിലെ ഫ്രെയിം ശ്രദ്ധിക്കുക. ഇവിടെ ഇതിന് സ്ഥാനമാറ്റമില്ല. അവസാനത്തെ ഫ്രെയിമിലാണ് സ്ഥാനം മാറ്റേണ്ടത്. അവസാനത്തെ ഫ്രെയിം 120 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. പശ്ചാത്തലം സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യുന്നു. വേണ്ട രീതിയിൽ നീക്കി വെച്ച് കഴിഞ്ഞു. ഇനി ആനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. ആദ്യ ഫ്രെയിമിലേക്ക് പോകുന്നു. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. ബാക്ക്ഗ്രൗണ്ട് പിന്നിലേക്ക് ചലിക്കുമ്പോൾ സ്കൂട്ടർ യാത്രക്കാരൻ മുന്നിലേക്ക് ചലിക്കുന്നതായി തോന്നുന്നു. ഇനി ആനിമേഷൻ FLV ഫോമാറ്റിൽ റെൻഡർ ചെയ്യണം. FLV ഫോമാറ്റിൽ വീഡിയോ ആയിട്ടാണ് റെൻഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലെ exam 10 സെലക്ട് ചെയ്യുന്നു. rider.png എന്ന് കാണുന്നത് മുഴുവനായും മായ്ച്ചു കളയുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് കൊടുക്കുന്നു. ഇനി ഡോട്ട് ഇട്ടതിന് ശേഷം വീഡിയോ ഫോമാറ്റിന്റെ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടതാണ്. ഇവിടെ .flv എന്ന്. ഇനി ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ വീഡിയോ ആയിട്ട് സേവ് ചെയ്യുന്നു. റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാം. ഇനി നമുക്ക് റെൻഡർ ചെയ്ത വീഡിയോ ഒന്ന് പരിശോധിക്കാം. ഹോമിലെ എക്സാം 10 നമ്മൾ വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. FLV ഫോമാറ്റിൽ അത് തുറക്കുന്നു. നമ്മൾ റെൻഡർ ചെയ്ത ഫയൽ വീഡിയോ ആയി മാറിക്കഴിഞ്ഞു.